വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും ലച്ചുവിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകിലും എപ്പിസോഡിൽ ലച്ചു ഉണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ. അപ്പോൾ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ, അതായത് തിങ്കളാഴ്ച തൊട്ടിട്ട് ലച്ചു ഉപ്പുമുളകിനൊപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അവസാനം അറിയുന്ന അപ്ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ ലച്ചു ഇതുവരെ തന്നെ ഉപ്പുമുളകും ടീമിനൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് അവസാനം അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതറിഞ്ഞിട്ട് കുറച്ച് പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു, അതിൻ്റെ അപ്ഡേറ്റ് എന്തെങ്കിലും പറയാൻ പറ്റുമോ, ലച്ചു ഉപ്പുമുളകും വിട്ട് പോയോ എന്ന രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടുള്ള ചെറിയൊരു അപ്ഡേറ്റ് ആണത്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കര ആർട്ടിസ്റ്റുകൾ കുറവായിരുന്നു ഉപ്പുമുളകിൽ. ലച്ചു, ശിവാനി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പത്തെ ആഴ്ച വെച്ച് നോക്കുമ്പോൾ അതിൽ ഫുൾ ക്രൗഡഡ് ആയിട്ടുള്ള എപ്പിസോഡുകളായിരുന്നു. രമയും സുരേന്ദ്രനും എല്ലാം ഫുൾ ഫാമിലി ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. അതിനുശേഷം തൊട്ടാഴ്ച തന്നെ ഇങ്ങനെ ഒരു ആൾക്കാരില്ലാത്തൊരു എപ്പിസോഡുകൾ വരുമ്പോൾ ഓഡിയൻസിന് സ്വാഭാവികമായിട്ടും ഡിസപ്പോയിൻ്റ് ആവുന്നുണ്ട്. അതിനിരിക്കുമ്പോഴാണ് ലച്ചു ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്താണ് കാരണം എന്ന് വെച്ചാൽ, ഈ വീക്കിൻ്റെ, അതായത് കഴിഞ്ഞ വീക്കിൻ്റെ തുടക്കത്തിൽ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു, ഡൽഹിയിൽ നിന്ന് റിട്ടേൺ ആയി എന്ന് പറഞ്ഞിട്ട്. ഓൾമോസ്റ്റ് മൺഡേ തന്നെ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തു ഒരു വെനസ്ഡേയൊക്കെ ഉപ്പുമുളകും ടീമിനൊപ്പം ലച്ചു ജോയിൻ ചെയ്തിട്ടുണ്ടാവുമെന്നാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തിനേറെ, ഇന്നലെ വരെ ഉപ്പുമുളകും ലൊക്കേഷനിൽ നിന്ന് വന്ന ഫോട്ടോസിലൊന്നും തന്നെ ലച്ചു ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുവരെ തന്നെ ഉപ്പുമുളകും ടീമിനൊപ്പം ലച്ചു ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് അവസാനം അറിയാൻ സാധിച്ചത്. നാട്ടിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഉപ്പുമുളകും ടീമിനൊപ്പം ജോയിൻ ചെയ്യാത്തത് എന്നുള്ളത് ചിലപ്പോൾ വല്ല പേഴ്സണൽ റീസൺസ് ഒക്കെ ആയിരിക്കാം. ഏതായാലും ഇനി അടുത്ത ആഴ്ച വരാൻ പോകുന്ന, അതായത് തിങ്കളാഴ്ച തൊട്ട് തുടങ്ങാൻ പോകുന്ന 1-2 എപ്പിസോഡ് തുടക്കത്തിലൊന്നും ലച്ചു ഉണ്ടാവത്തില്ല. കാരണം ആ എപ്പിസോഡുകളൊക്കെ ഈ കഴിഞ്ഞ ആഴ്ച ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ഷൂട്ടിങ്ങിലൊന്നും തന്നെ ലച്ചു പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അടുത്ത ആഴ്ച വരുന്ന എപ്പിസോഡിൽ മാക്സിമം ലച്ചു ഉണ്ടാവാതിരിക്കാനാണ് ചാൻസസ്. ഇന്നലത്തെ ഷൂട്ടിങ്ങിനിടയിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ദിയേടിയും റംകുമാറുടെയും കേശുവിൻ്റെയും ബാലുവിൻ്റെയും പിന്നെ ക്രൂ മെമ്പേഴ്സിൻ്റെയും എല്ലാം ഇനി ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലെവിടെയും തന്നെ ലച്ചുവിനെ നമുക്ക് കാണാൻ സാധിച്ചില്ല. ലച്ചു ഇന്നലത്തെ ഷൂട്ടിങ്ങിലൊന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ വരെ ഷൂട്ട് ചെയ്ത എപ്പിസോഡിലൊന്നും തന്നെ ലച്ചു പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അടുത്ത ആഴ്ച ഒരു പകുതിയോളം എപ്പിസോഡിലും ലച്ചു ഉണ്ടായിരിക്കുന്നതല്ല. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ജോയിൻ ചെയ്താലായിരിക്കും ഉണ്ടാവുക. അതിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ലോങ് ലീവ് എടുത്തത് കൊണ്ട് കുറേ പേര്, അതായത് ഇപ്പോഴും ടീമിൽ തന്നെ ഏറ്റവും കുറവ് ലീവ് എടുക്കുന്ന 2 വ്യക്തികളിൽ ഒരാളാണ് ലച്ചു, മറ്റൊന്ന് കേശു. ബാക്കി എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അധികം ലീവ് എടുക്കാറുണ്ട്. അപ്പോൾ ലീവ് എടുക്കാത്ത ലച്ചു പെട്ടെന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ലീവ് എടുക്കുമ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ലച്ചുവിന് ഉപ്പുമുളകും വിട്ട് പോയോ, മുടീനെ പോലെ വല്ല പ്രശ്നമുണ്ടോ എന്ന രീതിക്കൊക്കെ. പക്ഷേ അതുപോലത്തെ പ്രശ്നങ്ങളൊന്നുമല്ല. ഇതെന്തോ പേഴ്സണൽ വിഷയത്തിന് വേണ്ടി ഒരു ചെറിയൊരു ലോങ് ലീവ് എടുത്തത് മാത്രമാണ്. ഉടൻ തന്നെ ഉപ്പുമുളകും ടീമിനൊപ്പം ജോയിൻ ചെയ്യുമെന്നാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത്. പിന്നെ ലച്ചുവിനെ പോലെ തന്നെ ശിവാനിയും കഴിഞ്ഞ ആഴ്ച ഫുള്ളായിട്ട് ഉപ്പുമുളകും മുന്നിപ്പോൾ ഉണ്ടായിരുന്നില്ല. ശിവാനി ഒരു ലോങ് ലീവ് എടുത്തിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇനി അടുത്ത ഏപ്രിൽ വരെ ശിവാനി ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. ഇടയ്ക്ക് 1-2 എപ്പിസോഡ് വന്നാലും അടുത്ത ഏപ്രിൽ വരെ കണ്ടിന്യൂസ് ആയിട്ട് ലീവ് തന്നെ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ശിവാനിക്ക് ഒരു എക്സാം, അതായത് +1 എക്സാം ഉള്ളത് കൊണ്ടാണ് ശിവാനി ലോങ് ലീവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 പേരിൻ്റെ കുറവ് ഉപ്പുമുളകിൽ നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഉപ്പുമുളകും ടീമിൽ ലച്ചുവിനെ തിരിച്ച് കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഉപ്പുമുളക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ക്യാരക്ടർ ആരാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.